മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിൽ ലീഗ് അധ്യക്ഷ സ്ഥാനം കൈമാറാത്തതിൽ പ്രതിഷേധിച്ച് പദവികൾ രാജിവെച്ച് കോൺഗ്രസ്. ഉപാധ്യക്ഷ സ്ഥാനവും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവുമാണ് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചത്. കൊണ്ടോട്ടിയിലെ യുഡിഎഫിലെ പരസ്യപോര് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മുന്നണി നേതൃത്വം. കൊണ്ടോട്ടി നഗരസഭയിലെ അധ്യക്ഷ പദവി പങ്കിടുന്നതിനെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ പടലപ്പടക്കമാണ് ഒടുവിൽ രാജിയിലേക്ക് എത്തിയത്. അവസാന 2 വർഷം അധ്യക്ഷ സ്ഥാനം വിട്ടു നൽകാമെന്ന മുന്നണി ധാരണ ലീഗ് ലംഘിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. എന്നാൽ അത്തരമൊരു ധാരണയില്ലെന്നാണ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. പലവട്ടം ജില്ലാ ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും പരിഹാരമാവാത്തതോടെയാണ് നഗരസഭാ ഉപാധ്യക്ഷൻ പി സനൂപും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അബീന പുതിയാർക്കലും രാജിക്കത്ത് കൈമാറിയത്. മുസ്ലിം ലീഗ് നേതൃത്വം വാക്കു പാലിക്കാത്തത് കൊണ്ടാണ് രാജിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണവും നടത്തി. ഒരു 3 വർഷം മുസ്ലിം ലീഗിനും അത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം കോൺഗ്രസിന് ചെയർമാൻഷിപ്പ്. ആ ഡേറ്റായി അത് സമയമായി 2-3 മാസം വൈകി. പലവട്ടം ഞങ്ങൾ സംസാരിച്ചു, നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടു. ഒരു ഫൈനൽ തീരുമാനം ആവുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് വെച്ചു. ഞങ്ങൾ മീറ്റിംഗ് കൂടി. പാർട്ടി തീരുമാനമാണ്, ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ്സുകാരിൽ യാതൊരു സംശയവുമില്ല. ലീഗുമായി പിണങ്ങി CPM-നൊപ്പം ചേർന്ന് കൊണ്ടോട്ടി നഗരസഭ ഭരിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് UDF മുന്നണി ബന്ധം തിരികെ സ്ഥാപിച്ചത്. നിലവിൽ മുസ്ലിം ലീഗിന് 23ഉം കോൺഗ്രസിന് 8 അംഗങ്ങളാണുള്ളത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കൊണ്ടോട്ടിയിലെ മുന്നണിയിലെ പോര് UDF-ന് തലവേദനയാകും. റിപ്പോർട്ടർ, മലപ്പുറം.